ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബെന്നിമാഷ് അട്ടപ്പാടി. എൻ്റെ മോൻ്റെ MBBS ഗ്രാജുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയിൽ പോയി 2 ആഴ്ച നിൽക്കാനും അവിടുന്ന് കുറച്ച് നല്ല വീഡിയോസ് എടുക്കാനുമൊക്കെയുള്ള സാഹചര്യം ലഭിച്ചു. അതെൻ്റെ സുഹൃത്തുക്കളുടെ അറിവിലേക്കും ആസ്വദിക്കുന്നതിനുമായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ ഇത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മോൻ്റെ ക്യാമ്പസിൽ വന്നപ്പോൾ അവിടുത്തെ കടയിൽ അവിടെ ഒരു മാമ ഞങ്ങൾക്ക് അവരുണ്ടാക്കിയൊരു പ്രിപ്പയർ ചെയ്തൊരു ഫുഡ് അത് തരികയാണ്. മുട്ട വർഷങ്ങളായിട്ട് അവർ എന്തോ പൊതിഞ്ഞ് വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അതിപ്പോൾ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി തരിക. അത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് രൂപമായിട്ടുണ്ട്. ആ മുട്ട ഗ്ലാസ് ഒരു സ്ഫടികം പോലെയായിട്ടുണ്ട്. അത് ഒരു സന്തോഷത്തിൽ ഞങ്ങൾക്ക് തരികയാണ്. മുറിച്ച് പീസ് എങ്ങനെയാണെന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അതൊരു മുട്ടയാണെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് ഭംഗിയിലത് വർഷങ്ങളോളം ഇത് എന്തോ ഒരു ഇതിൽ പ്രോസസ്സ് ചെയ്ത് 12 years ആണ്. എന്താ അതിൻ്റെ മുട്ടയുടെ തൊണ്ട് അവരെന്തോ ഇതിലിങ്ങനെ കണ്ടോ എന്തോ ഒന്നിൽ പൊതിഞ്ഞ് വർഷങ്ങളായിട്ട് കൊണ്ടുവന്നത്. അത് തന്നെ ഗ്ലാസ് ആയിട്ടുണ്ട്, സ്ഫടിക മോഡല്. ഇതിനെ കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഇതാണ് മാമ. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതാണ് ഒരു പ്രശ്നം. അല്ലെങ്കിൽ നമ്മളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കാര്യം പോലും ഒന്നും അറിയില്ല. അതുകൊണ്ടിപ്പോൾ വളരെ ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ മോന് ചൈനീസ് അറിയാവുന്നതുകൊണ്ട് അവനത് പറഞ്ഞ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിക്കാൻ വേണ്ടി അവർ സ്റ്റിക്കൊക്കെ അറേഞ്ച് ചെയ്ത് കണ്ടോ, സ്റ്റിക്ക് കുത്തിയിട്ട് നമുക്ക് തരാണ്. ആ സ്റ്റിക്ക് എടുക്കുക, അങ്ങനെ അത് കഴിക്കുക. വളരെ എന്താ പറയുക, അവരുടെ ഒരു ആതിഥേയത്വം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യം. അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണൊരു ബുദ്ധിമുട്ട്. എന്തായാലും ഞാനിത് കഴിച്ചു നോക്കട്ടെ. ഇനി വേറൊരു ഫുഡാണ് ഇപ്പോൾ അവർ നമുക്ക് തരുന്നത്. അത് നമ്മുടെ ഈ ഇടനയിലയിലൊക്കെ പൊതിഞ്ഞ മാതിരി ഒരു സംഭവം. അതിങ്ങനെ പൊതിഞ്ഞിട്ട് അതിവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മീറ്റില്ലാത്ത, ഇറച്ചിയൊന്നുമില്ല, പക്ഷെ ചോറിലെന്തോ വെജിറ്റബിൾസും ഒക്കെ ആക്കിയിട്ട് നട്ട്സൊക്കെ ആഡ് ചെയ്ത് അതവിടെ അവർ കൊണ്ടുവെക്കുകയാണ്. വളരെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അല്ലേ? അവരുടെ കടയാണിത്. ആശിഷ് നമ്മുടെ മോനൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ 5-6 വർഷമായിട്ട് അവരുമായിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അവരുടെ കോഫി ഷോപ്പാണ്. അപ്പോൾ ആ മാഡം ആണ്, ആ മാമാണ് ഇവിടെ ഇരുന്നത്. ഇതാണ് നമുക്ക് ഇത്ര നേരം ഫുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് എല്ലാം തന്ന മാമാണിത്. ചൈനീസ് ഭാഷ മാത്രമേ അറിയുള്ളൂ. എന്നാലും അവരുടെ സന്തോഷം കൊണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയും. ഇത് ഫുഡിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ ആശിഷേ. ഓക്കെ. അവർ വളരെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ആതിഥേയത്വം തന്ന് ഈ ഫുഡെല്ലാം അവിടെ തന്ന് ഞങ്ങൾക്ക് ഇനിയും ഫുഡ് തരാനായിട്ടുള്ള താല്പര്യമാണ്. പക്ഷെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോകാൻ തുടങ്ങണം.